Watch full episodes on Jio Hotstar. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഗട്ടോ ബട്ടോ സാബ്ജി, ചൂടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വേഗം കുടിച്ചോളൂ സാബ്ജി. ഇന്ന് രാവിലെ വിഷ്ണുപൂരിൽ നിന്ന് പുറപ്പെട്ട ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹൈജാക്കേഴ്സ് 10 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലകളുടെ ഇടയിൽ പ്ലെയിൻ കാണാതായിരിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഹൈജാക്കറിന്റെ ഡിമാൻഡ്. 10 കോടി കൊണ്ടുവന്ന് തരൂ എന്റെ അടുത്തേക്ക്. ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊന്നുകളയും. ചമ്മക് സിംഗ് ചായ തരൂ. സാബ്ജി, ഞാൻ രാവിലെ കുളിച്ചതാണ്. പിന്നെ എന്തിനാ എന്നെ കുളിപ്പിച്ചേ? സോറി ടിങ് ടോങ്. മന്മാനി സാറ് പ്ലെയിന് ഹൈജാക്ക് ചെയ്തെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ കാന്റ് ബിലീവ് ഇറ്റ്. എന്റെ ഈശ്വരാ, ഗട്ടു, ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. ബട്ടുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന്. ബട്ടു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നം എന്താണുള്ളത്? ടിങ് ടോങ്, നീ എല്ലാ കാര്യങ്ങളും മറന്നേക്ക്. ഇപ്പൊ നീ ചെയ്യേണ്ടത് കുറെ സാധനങ്ങൾ പാക്ക് ചെയ്യണം. നമുക്ക് അർജന്റ് ആയിട്ട് നമ്മുടെ മിഷന് വേണ്ടി പോണം. എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഹേയ് സൂപ്പർ, നമ്മൾ ഇന്ന് എങ്ങനെയെങ്കിലും ഹൈജാക്കേഴ്സിനെ കണ്ടുപിടിക്കും. പ്രൊഫസർ സാറേ, പ്ലെയിൻ ഇവിടെയാണ് കാണാതെ പോയെങ്കിൽ ആ പ്ലെയിൻ ഇവിടെ എവിടെയെങ്കിലും അല്ലേ ഉണ്ടാവുക? എന്താ ഇത് കാണാതെ? ഇത് എവിടെ പോയി? എന്റെ ഈശ്വരാ, ഗട്ടു, പ്രൊഫസർ, ഞാൻ പ്ലെയിൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. ആ മലക്കിടയിൽ. ദേ നോക്കൂ, ദേ അവിടെ തന്നെ ഉണ്ട്. നോക്കൂ, ദേ താഴെ. അവിടെ തന്നെ. വരൂ. ബട്ടു, നീ എങ്ങോട്ടായി പോകുന്നത്? ഓഹോ, എന്റെ ബട്ടു, നീ എങ്ങോട്ടായി പോകുന്നത്? താഴേക്ക് നോക്ക്. താഴെയോ? റിലാക്സ് ആയിട്ടിരുന്നോളൂ, ഞാൻ കാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. കൊള്ളാം. എത്ര മനോഹരമായിരിക്കുന്നു ഈ കുരുവി. ടിങ് ടോങ്, എന്തെങ്കിലും അതിന് കഴിക്കാൻ എടുക്ക്. പെട്ടെന്ന് എടുക്ക്. ഇങ്ങനെ കൈതാ. വരൂ, വന്ന് കഴിക്കൂ. എന്റെ എല്ലാ പ്ലാനും നീ നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. പ്രൊഫസർ, നിങ്ങൾക്ക് ഈ വണ്ടി നിർത്താൻ പറ്റില്ലേ? എനിക്ക് താഴെ വീഴണ്ട. പ്രൊഫസറെ, വണ്ടി ഒന്ന് നിർത്ത്. അവിടെ ഈ കാട്ടിൽ എങ്ങനെയാണ് ഷേർ സിംഗ് വന്ന് എത്തിപ്പെട്ടത്? ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തത് മന്മാനി സാറല്ലേ? മന്മാനി സാറ്. ഓ, ബട്ടോയുടെ ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു ഇതെല്ലാം ഈ ഷേർ സിംഗിന്റെ പ്ലാൻ ആണ്. അതില് മന്മാനി സാറിനെ അവര് പെടുത്തിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഷേർ സിംഗ്, എന്നെ ഇനി വിട്ടേക്കൂ. നിങ്ങൾ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ ഞാൻ ചെയ്തല്ലോ. ഒരു ഇൻസ്പെക്ടറായ ഞാൻ നീ പറഞ്ഞതുപോലെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിട്ട് എനിക്കുണ്ടായിരുന്ന എല്ലാ നല്ല പേരുകളും നശിപ്പിച്ച് കളഞ്ഞല്ലോ ഞാൻ. ഇനിയെങ്കിലും എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചൂടെ പ്ലീസ് സർ? ഇൻസ്പെക്ടർ മന്മാനി സാറേ, എന്നെ നിങ്ങൾ വെറും ഒരു മണ്ടനായി കരുതിയോ? ഞാൻ ഇവിടുന്ന് നിങ്ങളെ വിട്ടയച്ചാൽ നിങ്ങൾ മൊത്തം പോലീസ് ഫോഴ്സിനെയും കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് എന്നെ വെടിവെക്കും അല്ലേ? നോ 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 നോ.
താൻ മിണ്ടാതെ പ്ലെയിനിന്റെ അകത്തേക്ക് പോയിക്കോ. പാസഞ്ചേഴ്സിന്റെ അടുത്ത് ഒരു ഹൈജാക്കറിനെ പോലെ അഭിനയിക്കേ. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബെൽറ്റിൽ കളർ ലൈറ്റ്സ് ഇല്ലേ, അത് എപ്പ കെടും, ബോംബ് എപ്പ പൊട്ടും എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ വെറുതെ വന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം പൊട്ടിത്തെറിക്കാനോ? വേണ്ട വേണ്ട ഷേർ സിംഗ്, നീ എനിക്ക് വാക്ക് തന്നിരുന്നു. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്താൽ എന്നെ നീ വെറുതെ വിടുമെന്ന്. അത് നീ മറക്കരുത്. അതെ അതെ, ഞാൻ പറഞ്ഞു അല്ല, നീ പറഞ്ഞില്ലല്ലോ. വേഗം ഇപ്പൊ അകത്ത് പോയി ഇരിക്കേ. മന്മാനി സാറേ, പോകുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങൾ പറയുന്ന പഞ്ചിങ് ഡയലോഗ് ഒന്ന് പറഞ്ഞിട്ട് പോകൂ. ഇല്ല, ഞാൻ പറയില്ല. ഞാൻ ഒരിക്കലും പറയില്ല. മന്മാനി, താൻ പറയുന്നു അല്ലെങ്കിൽ റിമോട്ട് പ്രസ് ചെയ്യട്ടെ? ഒന്ന് തൊട്ടാ മതി, നിങ്ങളുടെ ബെൽറ്റിൽ ഉള്ള ബോംബ് പൊട്ടിത്തെറിക്കും. അങ്ങനെ ബോംബ് പൊട്ടിയാൽ നിന്റെ ശരീരം ചെറിയ 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 കഷ്ണങ്ങളായി. വേണ്ട 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 വേണ്ട, ബട്ടൺ ഒരിക്കലും അമർത്തരുത്, ബട്ടൺ ഒരിക്കലും അമർത്തരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മന്മാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. മന്മാനി സാർ, പറഞ്ഞത് ശരിയായില്ല. ഇനി ഒരു പ്രാവശ്യം കൂടിയും നിങ്ങൾ മനസ്സിൽ നിന്ന് പറയൂ. ഇല്ല, ഞാൻ പറയില്ല. ഞാൻ പറയില്ല. ഞാൻ പറയൂല. ഈശ്വരാ, കട്ടു, മന്മാണി സാർ എന്താ ഈ പറയുന്നേ? എനിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നേ ഇല്ല. ഓ, അവര് കഴിക്കുന്നത് കാണുമ്പോ എനിക്ക് ഒടുക്കത്തെ വിശപ്പെടാ കട്ടു. എനിക്ക് വിശന്നിട്ട് പോയേ. എനിക്കിപ്പോ എന്താ തോന്നുന്ന വെച്ചാ ഷെർസിന്റെ കൂടെ പോയിരുന്ന് കഴിക്കണം പെട്ടെന്ന്. സാരമില്ല, പോയി കഴിച്ചോ. നിന്നെ ആരാണ് നിർത്താൻ പോകുന്നത്? അതെയോ, എന്നാ ഞാൻ പോയി കഴിക്കട്ടെ. ഞാൻ പോയി കഴിച്ചേക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പോയി കഴിക്കാം. Come on. ഓ, ഞാൻ വെറുതെ പറഞ്ഞതാണേ. ഓയ്, ആ ചിക്കന്റെ പ്ലേറ്റും കൂടെ തന്നെ. എനിക്ക് എന്താ പറ്റിയത്? ഇപ്പോഴൊക്കെ എവിടെ നോക്കിയാലും ആ കട്ടുപട്ടുമാണ് കാണുന്നത്. ഇപ്പൊ കണ്ടില്ലേ, എന്റെ അടുത്ത് തായാണ് ഇരുന്നോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കാണുമ്പോ പട്ടു ഇരിക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ അവന്റെ അടുത്ത് ഗട്ടുപട്ടുണ്ട സുഹൃത്ത് ടിങ് ടോങ് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ബോസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബട്ടുണ്ടല്ലോ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് ബോസ്. എടാ മണ്ട, നിനക്ക് ഇത്തിരി പോലും ബുദ്ധി ഇല്ലടാ. അവരെങ്ങനെയാടാ ഇവിടേക്ക് വരിക? മണ്ടത്തരം വിളിച്ചു പറയുന്നു. എടാ ബട്ടു, നീയോ പോയി ഫൈറ്റ് ചെയ്യടാ. കഴിക്കുന്നോ? ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ഈശ്വരാ, പട്ടു കുടുങ്ങില്ല. ഇത് ഫൈറ്റ് ചെയ്യാണോ? എന്റെ ബട്ടൂരെ! എന്തൊരു ധൈര്യമാണ്! എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ? ഇനി എല്ലാരും നോക്കിക്കോളൂ, ബട്ടുവിടെ സുഹൃത്താണ് വന്നിരിക്കുന്നത്. അവൻ നിങ്ങൾ ആരും വെറുതെ വിടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വാ. എന്റെ അമ്മ! ബട്ടു, അയാളെ എന്നെയും ഇടിച്ചെന്നേ. ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. ബട്ടു, ഇയാളുടെ പഞ്ച് നമ്മളെക്കാട്ടിലും ഭയങ്കരമാണ്. എന്റെ പേര് ഡബ്ബ സിംഗ്. എന്റെ ജോലി എല്ലാവരെയും ഡബ്ബ ആക്കലാണ്. ഇന്ന് ഞങ്ങളുടെ സിംഹം പോലത്തെ ഡബ്ബ സിംഗ് ആ ഗട്ടു ബട്ടുനെ തല്ലി നിറപ്പാക്കാൻ പോവാണ്. കണ്ടോളൂ, ശരിയല്ലേ? ശരി ഷേർ സിംഗ് സാബ്ജി, എന്റെ പേര് ഡബ്ബ സിംഗ് എന്നാ. ഞാൻ എല്ലാവരെയും പിടിച്ച് ഡബ്ബയാക്കും.
എന്താ നീ ചെയ്യുന്നത്? അയ്യോ ടിക് ടോക്കിന്റെ തലയ്ക്ക് വീണ്ടും എന്തോ പറ്റില്ലോ. വേണ്ട വേണ്ട ടിങ്കോങ്, പറഞ്ഞാ മനസ്സിലാക്ക്. വേണ്ടെന്നേ. നിർത്താൻ പോക്ക്. വേണ്ട വേണ്ട. ഇപ്പൊ നമ്മുടെ ആളായല്ലോ. അവൻ സ്വയം ഡപ്പാ സിംഗ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇന്ന് ഗട്ടു ബട്ടുണു മനസ്സിലാവും. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന്. എന്തിനാ നിർത്താൻ പറഞ്ഞേ? അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? വായടക്കടാ വായടക്കേ. സിംഹം സംസാരിക്കുമ്പോ എലികൾ സംസാരിക്കാൻ പാടില്ല. ഡപ്പാ സിംഗ് ഗട്ടുപട്ടുള്ള കഥ കഴിഞ്ഞു. ഇനി ഇത് മതി. നമുക്കിപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടു പോവാനുള്ള സമയമായി. വരൂ വരൂ. ശരി ബോസേ. ബൈ ബൈ ഗട്ടുപട്ടു. നിർത്ത് ഞങ്ങളെ വിട്ട് പോവല്ലേ. കേക്ക്. നിർത്താനാണ് പറഞ്ഞത്. പോലെ പോലെ. വേണ്ട. നിർത്ത്. വേണ്ട 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 വേണ്ട. തിരിച്ചു പോ. വേണ്ട 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 വേണ്ട. തിരിച്ചു വരണ്ട. ഞങ്ങളെ കൊല്ലല്ലേ. എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ഞാൻ പോട്ടെ. ദേ നോക്കിക്കേ, പ്രൊഫസർ വന്നു. ഹലോ ഹലോ പ്രൊഫസർ. എന്റെ ബെൽറ്റ് ഒന്ന് ഊരി തരുമോ? കയ്യിലുണ്ട് കയ്യിലുണ്ട്. എന്ത് ശബ്ദാണത്? ഒരു പക്ഷേ ഗട്ടുപട്ടു ഇവിടെ എത്തിയോ? ഭൂമിയിലായാലും ആകാശത്തിലായാലും അവരെന്നെ വിടുന്നില്ലല്ലോ. എപ്പോഴും എന്റെ പുറകെ തന്നെയാണ്. എടാ വേഗം നിങ്ങൾ രണ്ടുപേരും ആ ഡോറിന്റെ അടുത്ത് പോയി നിൽക്ക്. ഒരിക്കലും അവര് ഡോർ തുറക്കരുത്. ഓ എന്താ ചേട്ടാ? ഒന്നുമില്ല. ഷേർ സിംഗിന്റെ 10 കോടിയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ പ്രൈസ് പുള്ളിക്കാരന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. എന്താ 10 കോടിയുടെ ലോട്ടറി അടിച്ചെന്നോ? എന്താണ് ഇത്? ബോസ് ബോസ് കൺഗ്രാറ്റുലേഷൻ ബോസ്. നിങ്ങൾക്ക് 10 കോടിയുടെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. വേഗം വരൂ ബോസ്. ഇവര് നിങ്ങളുടെ പൈസ തരാൻ വേണ്ടി വന്നതാണ്. വേഗം വരൂ ബോസ്. താങ്ക് യു തായ ചേട്ടാ, താങ്ക് യു. എടാ എടാ നിങ്ങള് രണ്ടുപേരും എന്താ ചെയ്യണ്ടേ? എടാ അവര് രണ്ടുപേരും നമുക്ക് ലോട്ടറിയുടെ പൈസ തരാൻ വേണ്ടി വന്നതല്ല. അവന്മാര് നമ്മളെ എല്ലാം പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കാണ്. അവര് രണ്ടുപേരെയും നല്ലോണം സൽക്കരിക്കടാ. ഫ്രണ്ട്സ്, വെജ് ആണോ നോൺ വെജ് ആണോ? ഈ മണ്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെയല്ലടാ ഒരാളെ സൽക്കരിക്കുക. ഹൈജാക്കർ മന്മാരെ കട്ടുപട്ടുള്ള കാര്യമൊന്ന് നോക്കിയേ. അവരെ അടിക്കേ. അനങ്ങിപ്പോകരുത് അനങ്ങിപ്പോകരുത് അനങ്ങിപ്പോകരുത്. മിണ്ടാതെ എന്റെ ഈ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. മൻമാനി സാറേ, ഈ ഷേർ സിംഗിന്റെ കൂടെ ചേർന്ന് നിങ്ങൾ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തെന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട. എനിക്കതിനെ കുറിച്ച് യാതൊരു വിഷമവുമില്ല. എനിക്ക് ഞാൻ ചോദിച്ച പണം കിട്ടണം. മുഴുവനായിട്ടും 10 കോടി. മനസ്സിലായോ? അനങ്ങിപ്പോകരുത്. ഹേയ് സൂപ്പർ മൻമാനി സാർ, നിങ്ങളുടെ ബെൽറ്റ് ഉണ്ടല്ലോ, അത് കാണാൻ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പോലീസ് യൂണിഫോമിന്റെ കൂടെ ഇത് സൂട്ട് ആവുന്നില്ലല്ലോ. ഒന്ന് കാണിച്ചാ നോക്കട്ടെ. രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ. ഇനി ഈ ഹൈജാക്കറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. കൊള്ളാം കൊള്ളാം.
കലക്കി. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ചമ്മക് സിംഗ് ചായ ഞാനിപ്പോ കൊണ്ടുവരാം. എന്തു പറ്റി മൻമാനി സാറേ ഇപ്പൊ മാത്രം ഡാൻസ് ചെയ്യുന്നത്? കാരണം ബട്ടു എന്നെ റിലീസ് ചെയ്തിരിക്കുന്നു. ആ ബെൽറ്റിനകത്ത് ഷേർ സിംഗ് ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ചു പോയതാ. അതെ, അനങ്ങി പോകരുത്. എനിക്ക് വേണ്ട. നിർത്തൂ നിർത്തൂ. ഈ ബെൽറ്റ് എറിയുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ബെൽറ്റ് ആരുടെ കയ്യിലാണെങ്കിലും ശരി, ബോംബ് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാരും ഒരുമിച്ച് തന്നെ ചാകുവന്നേ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? കേട്ടു ബട്ടു, നിങ്ങൾ രണ്ടുപേരും വീണ്ടും എന്റെ പ്ലാൻ ഒക്കെ നശിപ്പിച്ചു. ഡപ്പാ സിംഗ്, വേഗം എന്നിട്ട് ഗട്ടു ബട്ടുള്ള കഥ ഒന്ന് കഴിക്കേ. ഓക്കെ ബോസ്. ഓക്കേ സാബ്ജി. യെസ് ബോസ്. ഇപ്പൊ ഡബ്ബ സിംഗിന്റെ ഡബ്ബ ഇല്ലാതാവാൻ പോകുന്നു. ഗട്ടു സാബ്ജി, നമ്മളിപ്പോ എവിടെയാണെന്ന് ഞാൻ ഇതുവരെ നിങ്ങളോട് ചോദിച്ചു സാബ്ജി. ടിങ് ടോങ്ങെ, തൽക്കാലം സീറ്റിൽ പോയി ഇരിക്കെ. അവിടെ നിന്ന് എന്ത് സംഭവിച്ചാലും അനങ്ങരുത്, മനസ്സിലായോ? ശരി സാബ്ജി. വരണം മിസ്റ്റർ ഡബ്ബാ സിംഗ്, ഒരു കൈ നമുക്ക് നോക്കാം. ഇനിയും താമസിച്ചിട്ടില്ല. ഇവിടുന്ന് പോയിക്കോ. എത്ര കാശ് വേണമെങ്കിലും വാങ്ങിച്ചോ. നിങ്ങളായിട്ട് ഈ പ്ലെയിനിൽ നിന്ന് പോയില്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് വലിച്ചെറിയും നിങ്ങളെ. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഫൈറ്റ് ചെയ്യാൻ ഈ സ്ഥലം പോരെന്നേ. നമ്മൾ കാരണം പാസഞ്ചേഴ്സിനാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഇതിന്റെ മുകളിലാവുമ്പോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്ത് പറയുന്നു? ഗട്ടു സൂക്ഷിച്ച്. ഗട്ടു നോക്കി നോക്കി. നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലേ. ഗട്ടു, നീ പേടിക്കണ്ട, നിന്റെ പുറകിലാണ് ഞാനുള്ളത്. നീ അവനൊരു വഴിയാക്കിയേക്ക്. ഇങ്ങോട്ട് വാ. ഓക്കെ, ഫൈറ്റ് ചെയ്യണം അല്ലേ? എങ്ങോട്ടാണ് പോകുന്നത് ബട്ടു? അതെ, എന്റെ ക്യാരറ്റ് ഒന്ന് പിടിക്കുവോ പ്ലീസ്? വിത്ത് മൈ പ്ലഷർ ഗട്ടു ബോസ്. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. വരൂ 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 ഡബ്ബാ സിംഗ്. ഡപ്പാ സിംഗ്, എന്തായാലും ശരി, ഇന്ന് അവന്മാരുടെ കഥ നീ കഴിച്ചേ പറ്റൂ. ഇന്നാ ഇത് പിടിച്ചോ. എന്റെ ഈശ്വര, ഇത് റോക്കറ്റ് അല്ലേ? റോക്കറ്റ് ഇത് കളിക്കുന്ന സാധനമൊന്നുമല്ല. ഗട്ടു, ഡബ്ബാ സിംഗ് റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ചെയ്യേ, എന്തെങ്കിലും ചെയ്യേ. പാസഞ്ചേഴ്സ് ഒക്കെ നമ്മുടെ കൂടെയാണ് ഉള്ളത്.
ടിങ് ടോങ്, ആ പറവകൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് പോവാ പെട്ടെന്ന്. ശരി സാബ്ജി. ഇവരെന്താ നടക്കുന്നേ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ റോക്കറ്റ് കൊടുത്തത് ഇവന്മാരെ നശിപ്പിക്കാനാണ്. അതിന്റെ മേലെ എങ്ങനെയാ ഡബ്ബാസ് കയറി ഇരുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് ശരിയാണല്ലോ, അങ്ങനെ എങ്ങനെയാ സംഭവിച്ചത്? വട്ടു, നീ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്ക്. നല്ലോണം നോക്കിക്കോളൂ. ബട്ട് ഇപ്പൊ പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. അതിക്ക് തന്നെ ഡബ്ബാ സിംഗ് എന്താ ചെയ്തെന്ന് വെച്ചാ ഇതിങ്ങനെ കാലിന്റെ അടിയിൽ വെച്ചിട്ട് എന്നിട്ട് ഈ റോക്കറ്റ് ലോഞ്ചറിൽ അവനിതാ ഇതേപോലെ ഇങ്ങനെ ഇരുന്നു. ഓക്കെ, പിന്നെ ആ റോക്കറ്റിനെ ടൈറ്റ് ആയിട്ട് പിടിച്ചു. ദാ ഇങ്ങനെ നല്ലോണം ടൈറ്റ് ആയിട്ട് പിടിച്ച ശേഷം അതിനുശേഷം ഏതെങ്കിലും ഒരു പക്ഷി വന്നിട്ട് ദാ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എടാ, ഈ ഷേർട്ടിന്റെ ഒപ്പം കളിക്കല്ലേ? നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെന്നെ പറ്റിച്ചു. എടാ, മണ്ടന്മാരെ എന്തെങ്കിലും ചെയ്തെന്നെ രക്ഷപ്പെടുത്തേ. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. എന്താണിത്? ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പോലും നോക്കാതെയാണ് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞാനും ഒരു തമാശ പറഞ്ഞതല്ലേടാ. ഇടയ്ക്കിടയ്ക്ക് ഒരു തമാശയൊക്കെ വേണ്ടേ? Watch India's largest kids library only on Jio Hotstar. Download the app now.